വറഹ്മത്തുള്ള. ഇന്ന് രാവിലെ വെറുതെ വാട്സപ്പ് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിലൊരു മെസ്സേജ് കണ്ടു. അതായത് സമസ്തയുടെ കാളിമാരെ നന്നായിട്ട് വിമർശിച്ചു കൊണ്ടുള്ള ഒരു മെസ്സേജാണ്. അതിൽ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് അറഫ നോമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു, ജനങ്ങളെ യഥാർത്ഥത്തിൽ നിന്ന് അകറ്റുന്നു, വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദീർഘമായൊരു മെസ്സേജ്. അതിനകത്ത് അവർ ചോദിക്കുന്ന ചോദ്യതാണ്, അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന സമയത്തല്ലേ ലോകത്തെല്ലായിടത്തും നോമ്പ് നോൽക്കേണ്ടത്? ചോദ്യം കേൾക്കണം. ലോകത്തെല്ലായിടത്തും അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന സമയത്തല്ലേ നോമ്പ് നോൽക്കേണ്ടത്? അതുകൊണ്ട് നമ്മളെങ്ങനെ മാറി നോൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. സമസ്തക്കാർ ആളുകളെ വഴിതെറ്റിക്കുന്നു. ഇതാണ് വാദം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചതനുസരിച്ച് ടൈം സോണ് ലോകത്തിൻ്റെത് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സൗദിയിൽ നിന്നും ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള സമയങ്ങളെ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. വേണമെങ്കിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സൗദിയിലെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സൗദിയിലെ സമയം എന്ന് പറയുന്നത് ഗൂഗിളിലാണ് ലൈവായിട്ട് സെർച്ച് ചെയ്യാണ്. 7:19 നമുക്കതൊരു 7:30 എന്നതിലേക്ക് ഒരു കണക്ക് കൃത്യമാവാൻ വേണ്ടിയിട്ട് കൂട്ടാം. അതേപോലെ തന്നെ ബേക്കർ ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അതിൽ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 4:30 PM ആണ്. 4:30 PM എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. സൗദിയിലെ സമയം എന്ന് പറയുന്നത് അവിടെ 7:20 AM. അതായത് 4:30 PM എന്ന് പറയുന്നത് ഇന്നലെ 4:30 PM എവിടെ ആയിട്ടുള്ളൂ? വെള്ളിയാഴ്ച 4:30 PM അതേ സ്ഥാനത്ത് ബേക്കർ ഐലൻഡിൽ ആയിട്ടുള്ളൂ. ആ സമയത്ത് സൗദിയിൽ രാവിലെ 7:20 AM ആയി. അതായത് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ 4:30 PM അവിടുന്ന് അങ്ങോട്ട് നമുക്കൊന്ന് കൂട്ടാം. 5:30, 6:30, 7:30, 8:30, 9:30, 10:30, 11:30, 12:30, 8 മണിക്കൂർ. പിന്നെ 1:30, 2:30, 3:30, 4:30 AM ആണ്. 5:30, 6:30, 7:30, 15 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ഇവ തമ്മിലുള്ളത്. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ മുമ്പ് ഒരു 5:20 കൂട്ടാം. 5:20 സൗദിയിൽ 5:20 നോമ്പ് ആരംഭിച്ചു. ഏകദേശം 6:30 ആകുമ്പോൾ അവർ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 14 മണിക്കൂറാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, 14 മണിക്കൂറാണ് അവ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുക. അതേ സ്ഥാനത്ത് സൗദിയിൽ 2 മണിക്കൂർ മുമ്പാവുമ്പോൾ നമ്മൾ ബേക്കറിൽ നിന്നും 2 മണിക്കൂർ എടുക്കുന്നു. ബേക്കറിൽ അപ്പോൾ സമയം എന്ന് പറയുന്നത് 2:20 ആയിരിക്കും. ഏകദേശം നോമ്പിൻ്റെ ഒരു സമയം സൗദിയിൽ 6:30 14 മണിക്കൂർ വ്യത്യാസമാണെന്നല്ല പറഞ്ഞത്. 2:30 മുതൽ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ബേക്കറിലെ സമയം എന്ന് പറയുന്നത് ഏകദേശം 4:20 അല്ലെങ്കിൽ 4:30
6:30 AM എന്ന് തന്നെ കൂട്ടിക്കോളി. അതായത് ബേക്കറിൽ ബാങ്ക് പോലും കൊടുത്തിട്ടില്ല. സൗദിയിലോ നോമ്പ് തുടങ്ങി, നോമ്പ് അവസാനിച്ചു. അത്രയും സമയവ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യതാണ്, ഈ ബേക്കറുകാർക്ക് അറഫ നോമ്പ് ഇല്ലേ? കാരണം സുബഹി ബാങ്ക് കൊടുക്കാതെ നോമ്പ് തുടങ്ങുന്നില്ല. സൗദിയിലെ നോമ്പാണെങ്കിലോ ഇവരുടേത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരെങ്ങനെയാണ് അറഫയിലെ നോമ്പുകാരോട് കൂടെ നോമ്പ് നോൽക്കുക? ഇനി അറഫയിലെ നോമ്പുകാരോട് കൂടെ നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരെ എടുത്താൽ പോലും അവർ രാവിലെ 11:30 ആകുമ്പോഴേക്കിന് അറഫയിലെ നോമ്പുകാർ നോമ്പ് മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മുറിക്കണോ? എന്തിനാണ് ആളുകൾക്കിടയിൽ ഇത്തരം പ്രയാസങ്ങളുണ്ടാക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ അവസരം നൽകുന്നത്? കൃത്യമായിട്ട് കിതാബുകളിൽ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങളെ ചെയ്യുമ്പോൾ മിനിമം അവനവൻ്റെ ലോജിക്ക് വെച്ചിട്ടെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? ലോകത്തെ എല്ലായിടത്തും ഒരേ സമയമല്ല. നമ്മളിപ്പോൾ ഇന്ത്യയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് ഏകദേശം 10 മണിയാണ്. അതേ സ്ഥാനത്ത് സൗദിയിൽ 7:30 ആയിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് ബേക്കറിൽ ഇന്നലെ വൈകുന്നേരം, നമ്മുടെ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 4:30 സമയമേ ആയിട്ടുള്ളൂ. ഇവരൊക്കെ ഒരേ ദിവസം ഒരേ സമയം നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകും? ഇത് കണ്ടപ്പോൾ ഒരു മെസ്സേജ് ഇടണം തോന്നിയാണ്. ദ്വാകളിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.